എല്ലാ സജ്ജനങ്ങൾക്കും സ്നേഹ പ്രണാമം. കൃഷ്ണമന്ദി നയിക്കുന്ന ഭാഗവത പഠന ക്ലാസ്. ഇന്ന് ശ്രീമദ് ഭാഗവതം ചതുർത്ഥ സ്കന്ധത്തിലെ 5-ാമത്തെ അധ്യായത്തിൽ 10-ാമത്തെ ശ്ലോകമാണ് ആരംഭിക്കുന്നത്. ക്ലാസ് നയിക്കുന്നതിനെ ആചാര്യൻ ഡോക്ടർ വി വിശ്വനാഥ നമ്പൂതിരി സാറിനെ സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഹരി ഓം. നമസ്തേ സാർ. ഓം സഹനാവവതു സഹനവു ഭുനക്തു സഹവീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈവായനോ വിരഹകാതരജുഹാവം പ്രേതി തന്മയതയാതരവോഭിനേതുസ്തം സർവഭൂതഹൃദയം മുനിമാനതസ്മി. ആദരണീയരായ എല്ലാ പഠിതാക്കൾക്കും വിനീതമായ പ്രണാമം. മുമ്പ് പറഞ്ഞ ചതുർത്ഥ സ്കന്ധം 5-ാം അധ്യായം 10-ാമത്തെ ശ്ലോകം ആരംഭിക്കാം. അധ്യായം 5 ശ്ലോകം 10. യസ്ത്വന്തകാലേ വ്യുക്തജഡാകലാപ പശൂല്യഫൂച്ഛപിതദിഗ്ഗജേന്ദ്ര വിതത്യ നൃത്യത്യുദിതാസ്ത്രദോർധ്വജ ഉച്ചട്ടഹാസസ്തനയിത്നുഭിന്നദിക് അമർഷയിത്വാതമഫഹ്യതേജസം മഞ്ഞുപ്ലുതം ദുർവിഷഹം ഭ്രുകുട്യാം കരാളദംഷ്ട്രാഭിരുദസ്തഭാഗണം സ്യാത് പുസ്തികിം കോപയതോ വിധാതും. യഹതു അന്തകാലേ, യസ്ത്വന്തകാലേ ആരാകട്ടെ, യഹതു അന്തകാലേ കൽപ്പാന്തകാലത്ത് എന്നർത്ഥം. അന്തകാലത്തിൽ വ്യുക്ത ജഡാകലാപ, വ്യുക്തം വ്യാപരിച്ചത്, ചിന്നിച്ചിതറിയത്, വിതറിക്കിടക്കുന്നതിനർത്ഥം. ജഡാകലാപം ജഡക്കൂട്ടം, ചിന്നിച്ചിതറിക്കിടക്കുന്ന ജഡസമൂഹം. വ്യുക്ത ജഡാകലാപ, യുക്തമായ ജഡാകലാപം. ശൂല ഫൂച്ഛർപ്പിത ദിഗ്ഗജേന്ദ്ര, സ്വന്തം ശൂലത്തിൻ്റെ ഫൂചി എന്ന് വെച്ചാൽ അഗ്രം, മുന എന്നർത്ഥം. ആ ഫൂജയിൽ അർപ്പിക്കപ്പെട്ട ദിഗ്ഗജേന്ദ്രങ്ങൾ, ദിക്കിലുള്ള ആനകൾ, അഷ്ടദിഗ്ഗജങ്ങൾ. ശൂല ഫൂജി അർപ്പിത ദിഗ്ഗജേന്ദ്ര ശൂലഫുച്ചർപ്പിത ദിഗ്ഗജേന്ദ്ര വിതത്യ വ്യാപരിച്ചിട്ട് നൃത്യതി ഉദിതാസ്ത്രദോർധ്വജാൻ, നൃത്യതി നൃത്തം ചെയ്യുന്നു, ഉദിത അസ്ത്രദോഹോ ധ്വജാൻ, നൃത്യതി ഉദിത അസ്ത്രദോഹോ നൃത്തം ചെയ്യുന്നു അല്ലെങ്കിൽ കളിക്കുന്നു, അസ്ത്രദോഹോ ഉദിതാസ്ത്രദോഹോ ഉദിതങ്ങളായ ഉയർത്തി വച്ചിരിക്കുന്ന അസ്ത്രങ്ങളുള്ള കൈകൾ. ഉദിത അസ്ത്ര ദോഹോ എന്ന് വെച്ചാൽ കൈ എന്നത്. അസ്ത്രദോഹോ അസ്ത്രങ്ങളുള്ള കൈ. ഉദിതാസ്ത്രദോഹോ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന അസ്ത്രങ്ങളുള്ള കൈകൾ. ആ കൈകളാകുന്ന ധ്വജാൻ, ധ്വജങ്ങളെ, കൊടികളെ, കൊടിക്കൂറകളെ, ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന, ആയുധം ധരിച്ചിരിക്കുന്ന കയ്യുകളാകുന്ന ധ്വജങ്ങളെ വിതത്യ വ്യാപരിപ്പിച്ചിട്ട്, വിടർത്തി നിർത്തിയിട്ട്, വിതത്യ നൃത്യത്യുദിതാസ്ത്രദോർധ്വജാൻ
വിതത്യ നൃത്യതി ഉദിത അസ്ത്ര ദോഹു ധ്വജാൻ. നൃത്യത്യുദിതാസ്ത്രദോധ്വജാൻ എന്ന് പദങ്ങൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് ചൊല്ലി ഉറപ്പിച്ചിട്ട് ഒന്നിച്ചാക്കാവും, അല്ലേ മറ്റൊന്നായിട്ട് പോകും. നൃത്യതി ഉദിത അസ്ത്ര ദോഹു ധ്വജാൻ, അസ്ത്രദോർധ്വജാൻ. നൃത്യത്യുദിതാസ്ത്രദോധ്വജാൻ. അട്ടഹാസം, ഉച്ചത്തിലുള്ള അട്ടഹാസം. അട്ടഹാസം സംസ്കൃത വാക്ക് തന്നെയാണ്, മലയാളത്തിൽ പറയുന്നേ ഉള്ളൂ. ഉച്ച അട്ടഹാസ സ്തനയിത്തിനു ശബ്ദമുണ്ടാക്കുന്ന, ശബ്ദം കൊണ്ട് ഭിന്ന ദിക്കുകളെ ഭേദിപ്പിക്കുന്ന, ഭിന്നമായ ദിക്കുകളോട് കൂടിയ കൽപ്പാന്തകാലത്ത് ജടകൾ വിടർത്തി വെച്ചിട്ട് സ്വന്തം ശൂലത്തിന്റെ അറ്റത്ത് ദിഗ്ഗജേന്ദ്രങ്ങളെ കോർത്തു പിടിച്ചുകൊണ്ട് ഉയർത്തിയിരിക്കുന്ന കൈകളാകുന്ന, ആയുധങ്ങളോടുകൂടിയ കൈകളാകുന്ന കോടിക്കൂറകൾ ചുറ്റും വ്യാപരിപ്പിച്ച് നൃത്തം ചെയ്തുകൊണ്ടിരിക്കുന്ന, ഉറക്കെ അട്ടഹാസം ചെയ്ത് ശബ്ദം കൊണ്ട് ദിക്കുകളെയൊക്കെ പിളർക്കുന്ന, ബാക്കി അടുത്തതില്ല. അതുകൊണ്ട് 2 ശ്ലോകം ഒന്നിച്ച് പറഞ്ഞാലേ പറ്റുള്ളൂ. യസ്ത്വന്ധകാലേയുക്തജടാകലാപശൂലഫുച്ഛർപ്പിതദിഗ്ഗജേന്ദ്രം വിതത്യ നൃത്തത്യുദിതാസ്ത്രദോധ്വജാൻ ഉച്ചാട്ടഹാസസ്തനയത്നു ഭിന്നദിക് അമർഷയിത്വാതമഫഹ്യതേജസം. അമർഷയിത്വാം, അമർഷം ചെയ്തിട്ട്, അവിടെ തം അതിനെ, അഫഹ്യ തേജസം, ഫഹിക്കാനാകാത്ത തേജസ്സിനെ, അഫഹ്യ തേജസം. മഞ്ഞുപ്ലുതം, കോപത്തിൽ മുങ്ങിയത്. മഞ്ഞു കോപം, പ്ലുതം മുങ്ങിയത്, മഞ്ഞുപ്ലുതം കോപത്തിൽ മുങ്ങിയ. ദുർവിഷഹം, സഹിക്കാൻ വിഷമമുള്ള. ഭ്രുകുട്ടിയ, പുരികങ്ങളുടെ വളവിനാൽ, വക്രതയാൽ. ഭ്രുകുട്ടി, പുരികങ്ങളുടെ വളവിനാൽ. മഞ്ഞുപ്ലുതം, കോപത്തിൽ മുങ്ങിയതുകൊണ്ട് ഭ്രുകുടികൾ, കോപം കൂടുമ്പോൾ പുരികക്കൊടികൾ മുകളിലേക്ക് വളയും. അതാണ് ഭ്രുകുട്യ അമർഷയിത്വ. പുരികം കൊണ്ടാണ് അമർഷത്തെ കാണിക്കുന്നത്. അഫഹ്യ തേജസം ദുർവിഷഹം, സഹിക്കാനാവാത്ത തേജസ്സും അഫഹ്യമായ ദുർവിഷഹമായ കോപത്തോടും കൂടിയിരിക്കുന്ന. രണ്ടും സഹിക്കാനാവില്ല. അമർഷവും സഹിക്കാൻ പറ്റുന്നില്ല, തേജസ്സും സഹിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ദുർവിഷഹമായ തേജസ്സും അഫഹ്യമായ ഭ്രുകുടിയോടും കൂടിയിരിക്കുന്ന കരാള ദംഷ്ട്രാഭിഹി ഉദസ്ത ഭാഗണം. കരാളദംഷ്ട്രാഭിരുദസ്തഭാഗണം. കരാളദംഷ്ട്രാഭിഹി ഇത് വാക്കാണ്. ഭയമുണ്ടാക്കുന്ന ദംഷ്ട്രകളാൽ. കരാളം ഭയമുണ്ടാക്കുന്ന. ദംഷ്ട്രാഭിഹി ദംഷ്ട്രകളാൽ.
ഉദസ്തം നിരസിക്കപ്പെട്ട, ഉദസ്തം. ഭാഗണം നക്ഷത്രക്കൂട്ടങ്ങൾ. ഭാ എന്ന് വെച്ചാൽ ഭാസിക്കുന്നത്, ആകാശത്തിൽ ശോഭിക്കുന്ന ജ്യോതിർഗോളങ്ങളെയൊക്കെ ഭാ ശബ്ദം കൊണ്ട് വിളിക്കും. നക്ഷത്രം മാത്രമല്ല, ഗോളങ്ങളെയെല്ലാം. അപ്പൊ കരാളദംഷ്ട്രാഭിഹി ഉദസ്തഭാഗണം. കരാളദംഷ്ട്ര കൊണ്ട് ജ്യോതിർഗണങ്ങളെ പോലും നിരസിപ്പിക്കുന്ന, ഇല്ലാതാക്കുന്ന, ശോഭയില്ലാതാക്കുന്ന സ്യാത് പുസ്തി കിം കോപയതോ വിധാതു. സ്യാത് ഭവിക്കുന്നു. അങ്ങനെയുള്ള കൽപ്പാന്തകാലത്താണ് പരമശിവന്റെ കോപത്തിന്റെ മൂർധന്യത നമുക്ക് കാണാൻ പറ്റുക. എല്ലാറ്റിനും തൻ്റെ ഉള്ളിലേക്ക് ഉപസംഹരിക്കലാണ്, സംഹാരമൂർത്തിയാണ്. അപ്പോൾ ആ ഉപസംഹാര പ്രക്രിയയ്ക്ക് വേണ്ടിയിട്ട് ജടകളൊക്കെ അഴിച്ചിട്ട് ദിഗ്ഗജങ്ങളെപ്പോലും തൻ്റെ കയ്യിലിരിക്കുന്ന ശൂലാഗ്രത്തിൽ കോർത്തു പിടിച്ചുകൊണ്ട് കയ്യിൽ ആയുധത്തോടുകൂടി ഉയർത്തിപ്പിടിക്കുന്ന കൈകൾ, ഒരു ധ്വജം പോലെ തോന്നിക്കുന്ന കൈകൾ വിടർത്തിയിട്ട് വ്യാപരിച്ചിട്ട് അനേകം കൈകളുണ്ട്. ഉറക്കെ അട്ടഹസിച്ചുകൊണ്ട്, ദിക്കുകളെ പിളർക്കുമാറ് അട്ടഹസിച്ചുകൊണ്ട്, അസഹ്യമായ തേജസ്സോടു കൂടിയ, സഹിക്കാൻ വിഷമമുള്ള കോപം കൊണ്ട് പുരികക്കൊടികൾ വളഞ്ഞു നിൽക്കുന്ന, അതിഭയാനകമായ ദംഷ്ട്രകൾ കൊണ്ട് നക്ഷത്രങ്ങളുടെ തിളക്കത്തെ ഇല്ലാതാക്കുന്ന ആ പരമശിവന്റെ കോപത്തെ കൽപ്പാന്തകാലത്ത് ആ കോപത്തെ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള കോപിച്ചിരിക്കുന്ന വിധാതുഹു പ്രജാപതിക്ക് സ്വസ്തി കിം സ്യാത്, എങ്ങനെ ഭദ്രം ഉണ്ടാകും? ശിവകോപം അതിക്രമിക്കാൻ കഴിയുന്നതല്ല എന്ന് പറയാൻ പോവാണ്. പരമശിവൻ കോപിച്ചാൽ ആ കോപത്തെ ആർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല? അതിക്രമിക്കാൻ പറ്റില്ല. തൊട്ടുമുമ്പത്തെ ശ്ലോകത്തിൽ പറഞ്ഞു വെച്ചതും അത് തന്നെയാണ്. പതിദേവിയുടെ ദേഹനാശം കൊണ്ട് ഈ മാതാക്കളുടെ ഭക്തമാതൃക്കളൊക്കെ നന്നായി വിഷമിച്ചിരിക്കുന്നു. ആ അവസരത്തിലാണ് ഘോരമായ പൊട്ടിപട്ടലങ്ങൾ അന്തരീക്ഷത്തിലൊക്കെ വ്യാപരിച്ചു. എന്തോ സംഭവിക്കുന്നു, എന്താന്നുള്ള ആർക്കും പിടികിട്ടുന്നില്ല. ആ പാപമാകുന്ന പൊടിയുടെ പടലമാണ് ഇത്. സതീദേവിയുടെ കോപമാകുന്ന, പാപമാകുന്ന ആ അവസ്ഥയുടെ ഒരു പരിഭാഗമാണ് ഈ ധൂളി എന്നൊക്കെ ആൾക്കാർ സംശയിച്ചു എന്നാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു നിർത്തിയത്. തന്നെയല്ല, പരമശിവന്റെ കോപിച്ചാൽ അതിനെ അതിക്രമിക്കാൻ ആർക്കും ആവുകയില്ല. കാരണം കൽപ്പാന്തകാലത്താണ് അദ്ദേഹത്തിന്റെ കോപത്തെ എല്ലാവരും കാണുക. അങ്ങനെയുള്ള ആ ശിവ കോപിച്ചിരിക്കുന്ന ആ സ്വന്തം പുത്രിയുമായ സതിയെ അവമാനിച്ചതുകൊണ്ട് അധികം കോപിച്ചിരിക്കുന്ന പ്രജാപതിക്ക് ഇനി ഒരിക്കലും കോപത്തെ മാറ്റിയെടുക്കാനുള്ളൊരു മാർഗവും കാണുന്നില്ല. ഇപ്പോൾ സംഭവിച്ച യാഗവിഘ്നത്തെ മുമ്പരത്തെ പോലെ ഇനിയും തടുക്കാൻ കഴിയുകയുമില്ല. പരമശിവന്റെ കോപിഷ്ഠമായ അവസ്ഥ കണ്ടാൽ ഈ പ്രജാപതിക്ക് അതിനെ തടുക്കാനാവില്ല എന്നർത്ഥം. ദക്ഷിണ ഒന്നും ചെയ്യാൻ പറ്റില്ല. നേരത്തെ എന്ത് ചെയ്തു? ശുക്രാചാര്യരെ കൊണ്ട് ആഭിചാര ഹോമം ചെയ്യിച്ചു കുറെ ഋത്തുക്കളെ സൃഷ്ടിച്ച് ഇതിനെയൊക്കെ ഇല്ലാതാക്കിയതാണ്. ഇനി പറ്റില്ല. പരമശിവന്റെ കോപത്തിന്റെ മുമ്പിൽ ഇവരൊക്കെ നിഷ്പ്രഭരാണ്. അതുകൊണ്ട് ഇനിയും ഈ പരമശിവന്റെ കോപത്തെ അതിക്രമിക്കാൻ ദക്ഷിണ പ്രജാപതിക്ക് കഴിയില്ല എന്ന് സൂചിപ്പിക്കലാണ് ഈ രണ്ട് ശ്ലോകത്തിന്റെ വിഷയം. യസ്ത്വന്തകാലേ വ്യുപ്തജടാകലാപഫശൂലഫുച്ചർപ്പിതദിഗ്ഗജേന്ദ്രം വിതത്യ നൃത്തത്യുദിതാസ്ത്രദോർധ്വജാൻ ഉച്ചട്ടഹാസസ്തനയത്വ ഭിന്നദിക് അമർഷയിത്വാ തമസഹ്യതേജസം
മഞ്ഞുപ്ലുതം ദുർവിഷഹം ഭൃകുട്യാം കരാളദംഷ്ട്രാഭിരുദസ്തഭാഗണം സ്യാത് സ്വസ്തികിം കോപയതോ വിധാതോ. അന്തകാലേ വിപ്തജടാകലാപഃ സ്വശൂലസൂച്യർപ്പിതദിഗ്ഗജേന്ദ്രഃ ഉച്ചാട്ടഹാസസ്തനയിത്തു ഭിന്നദിക് യഃ ഉദിതാസ്ത്രധ്വജാൻ നൃത്യതി വിദത്യ നൃത്യതി അസഹ്യതേജസം ഭൃകുട്യാ ദുർവിഷഹം മഞ്ഞുപ്ലുതം കരാളദംഷ്ട്രാഭിः ഉദസ്തഭാഗണം തം അമർഷയിത്വാ കോപയതഃ വിധാതുഃ സ്വസ്തിഃ കിം സ്യാത്. യസ്ത്വന്തകാലേ വ്യുക്തജടാകലാപഃ സ്വശൂല്യസൂച്യർപ്പിതദിഗ്ഗജേന്ദ്രം വിതത്യ നൃത്യത്യുദിതസ്തദോർധ്വജാൻ ഉച്ചാട്ടഹാസസ്തനയിത്തു ഭിന്നദിക് അമർഷയിത്വാ തമസഹ്യതേജസം മഞ്ഞുപ്ലുതം ദുർവിഷഹം ഭൃകുട്യാം കരാളദംഷ്ട്രാഭിരുദസ്തഭാഗണം സ്യാത് സ്വസ്തികിം കോപയതോ വിധാതോ. യസ്ത്വന്തകാലേ വ്യുക്തജടാകലാപം സ്വശൂല്യസൂച്യർപ്പിതദിഗ്ഗജേന്ദ്രം വിതത്യ നൃത്യത്യുദിതസ്തദോർധ്വജാൻ ഉച്ചാട്ടഹാസസ്തനയിത്തു ഭിന്നദിക് അമർഷയിത്വാ തമസഹ്യതേജസം മഞ്ഞുപ്ലുതം ദുർവിഷഹം ഭൃകുട്യാം കരാളദംഷ്ട്രാഭിരുദസ്തഭാഗണം സ്യാത് സ്വസ്തികിം കോപയതോ വിധാതോ. ബഹ്വേവമുദ്വിഗ്നം ഉദ്വിഗ്നദൃശോച്യമാനേ ജനേന ദക്ഷസ്യ മുഹുർമഹാത്മനാം ഉത്പേതുരുത്പാദതമാസഹസ്രശോ ഭയാവഹ ദിവി ഭൂമൗ ച വര്യക്. ബഹു ഏവം ഉദ്വിഗ്നദൃശഃ. ബഹു പല വിധത്തിൽ, ഏവം ഇപ്രകാരം, ബഹു ഏവം ഏവം ബഹു ഇങ്ങനെ പല പ്രകാരത്തിൽ, ഉദ്വിഗ്നദൃശോ ഇളകിയാടുന്ന കണ്ണുകളോടുകൂടിയ, ഉദ്വിഗ്നമായ ഉറച്ചു നിൽക്കാത്ത ഇളകിയാടുന്ന കണ്ണുകളോടുകൂടിയ, ഉച്യമാനെ പറയപ്പെടുമ്പോൾ, ഭയം കൊണ്ട് കണ്ണുകൾ ഇങ്ങനെ ഇളകി ആടിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെയുള്ള കണ്ണുകളോടെ അവിടെ കൂടിയിരിക്കുന്ന ജനസമൂഹം ഇങ്ങനെ പലതും പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അതിൽ ഒരു കൂട്ടർ പറഞ്ഞ വാചകമാണ് തൊട്ടു മുമ്പേ കണ്ടത്. പൊടിപടലം കണ്ടപ്പോൾ ഇത് എന്തിൻ്റെയാണോ, ഇത് എവിടുന്ന് വരികയാണ്, ഇങ്ങനെ ആകപ്പാടെ ആശങ്കിച്ചു. എന്നിട്ട് പലരും ദക്ഷൻ എത്ര കോപിച്ചിട്ടും കാര്യമില്ല, പരമശിവന്റെ കോപത്തെ അധിഗമിക്കാൻ പറ്റില്ല എന്നിങ്ങനെ പലരും പലതരത്തിൽ ഇങ്ങനെ പറയുമ്പോൾ, ബഹു ഏവം ഉദ്വിഗ്നദൃശ ഉച്യമാനെ ജനേന ദക്ഷസ്യ ദക്ഷനെ മുഹുർ മഹാത്മന മുഹുഹു വീണ്ടും വീണ്ടും ഇങ്ങനെ പല പ്രകാരത്തിൽ ജനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കെ, ഉത്പേതുഹു ഉത്പാതതമാഹ. ഉത്പാതതമം, ഉത്പാദം എന്ന് വെച്ചാൽ നാശം എന്നർത്ഥം. ഉത്പാതതമം ഏറ്റവും അധികം നാശം. ഉത്പാദം, ഉത്പാദതരം, ഉത്പാതതമം അതിൻ്റെ സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്. ഉത്പാതതമാഹ സഹസ്രശോ ആയിരക്കണക്കിന്, ഉത്പേതുഹു ഉണ്ടായി പതിച്ചു, ഭയാവഹ ദിവി ഭൂമൗ ച വര്യക് ഭയമുണ്ടാക്കുന്ന സ്വർഗത്തിലും ഭൂമിയിലും പര്യക് നാലു ഭാഗത്തും വ്യാപരിച്ചിരിക്കുന്ന ആയിരക്കണക്കിനുള്ള ഭയങ്ങൾ, കഠിനങ്ങളായ നാശസൂചകങ്ങൾ അവിടെ ഉണ്ടായിക്കൊണ്ടേയിരുന്നു.
ജനങ്ങൾ ഇത്രയൊക്കെ ഇടയ്ക്കിടയ്ക്ക് പലരും പറയുമ്പോഴും പേടിച്ചു നോക്കുകയാണ്, ഇനി എന്താണാവോ സംഭവിക്കാൻ പോവുക. പരമേശ്വരൻ കോപിഷ്ഠനായാൽ പിന്നെ എന്താ ചെയ്യുക? പ്രപഞ്ചം മുഴുവൻ സംഹരിക്കില്ലേ? അതുകൊണ്ട് ദക്ഷൻ ഭയാനകമായ ഭയം കൊണ്ട് ചലിച്ചു വിറയ്ക്കുന്ന കണ്ണുകളോടുകൂടി ഇങ്ങനെ ചുറ്റും നോക്കുമ്പോൾ ആ 4 ദിക്കിൽ നിന്നുമല്ല, 8 ദിക്കിൽ നിന്നുമല്ല, 10 ദിക്കിൽ നിന്നും നാശസൂചകമായ പലതും ഭൂമിയിലേക്ക് വീഴുന്നതായിട്ട് ഇവിടെ കണ്ടു എന്ന് ഉള്ളതൊരു ദുർലക്ഷണത്തിൻ്റെ അടയാളമാണ്. ബഹ്വേവമുദ്വിഗ്നദിശോച്യമാനേ ജനേന ദക്ഷസ്യ മുഹുർമഹാത്മനാം ഉത്പേതുരുത്പാദതമാഫഹഫ്രശോ ഭയാവഹ ദിവി ഭൂജപര്യക്. ഉദ്വിഗ്നദൃശ ജനേന ഏവം ബഹു ഉച്യമാനേ ഫലി മഹാത്മനഃ ദക്ഷസ്യ ഭയാവഹ ഉത്പാദതമാഹ മുഹുഃ ദിവി ഭൂമൗ പര്യക്ത ഫഹഫ്രശഃ ഉത്പേതുഃ. ബഹ്വേവമുദ്വിഗ്നദൃശോച്യമാനേ ജനേന ദക്ഷസ്യ മുഹുർമഹാത്മനാം ഉത്പേതുരുത്പാദതമാഫഹഫ്രശോ ഭയാവഹ ദിവി ഭൂമൗ ച പര്യക്. ബഹ്വേവമുദ്വിഗ്നദൃശോച്യമാനേ ജനേന ദക്ഷസ്യ മുഹുർമഹാത്മനാം ഉത്പേതുരുത്പാദതമാഫഹഫ്രശോ ഭയാവഹ ദിവി ഭൂമൗ ച പര്യക്. താവഫദ്രുദ്രാനുചരൈർമഖോ മഹാൻ നാനായുധൈർ വാമനകൈരുദായുധൈ പിംഗൈ പിശങ്കൈർ മകരോദരാനനൈ പര്യാദ്യവദ്ഭിർ വിദുരന്വരുന്ധ്യതാം. താവത് അപ്പോഴേക്കും രുദ്രാനുചരൈഹി ആ രുദ്രന്റെ അനുചരന്മാരാൽ മഖോ യജ്ഞത്തെ മഹാൻ മഹത്തായ യജ്ഞത്തെ നാനായുധൈഹി വാമനകൈഹി ഉദായുധൈ പലതരത്തിലുള്ള ആയുധങ്ങളുമായി വാമനകന്മാർ നീളം കുറഞ്ഞവർ ഹഫന്മാർ ഉദായുധൈ കയ്യിൽ ആയുധം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പിംഗൈഹി പിശങ്കൈഹി മകരോദരാനനൈഹി പിംഗവും പിശങ്കവുമായ പിങ്ക് നിറം കപില നിറമുള്ളതും പിശങ്കം മഞ്ഞ നിറമുള്ളതും തവിട്ടും മഞ്ഞയും നിറമുള്ളത് പിംഗൈഹി പിശങ്കൈ മകരോദരാനനൈഹി മകരത്തിൻ്റെ മത്സ്യത്തിൻ്റെ വയറും മുഖവും പോലെയുള്ള വയറോടും മുഖത്തോടും കൂടിയവരാൽ പിംഗൈഹി പിശങ്കൈഹി മകരോദരാനനൈഹി മകരങ്ങളുടെ മത്സ്യങ്ങളുടെ ഉദരം പോലെയും വയറുപോലെയും മുഖം പോലെയും ഉള്ള. അപ്പൊ ചിലര് ആ ശിവപാർഷദന്മാരെ എന്ന് വർണ്ണിക്കുകയാണ്. അവരെല്ലാം കൂടെ വന്ന് മഹത്തായ യജ്ഞത്തിന് ഭംഗം വരും. ആ പാർഷദന്മാരിൽ ചില ഉയരമില്ലാത്തവരാണ്, ചില കപിലവർണ്ണമുള്ളവരാണ്, ചില മഞ്ഞ നിറമുള്ളവരാണ്. എല്ലാ കൈകളിലും ആയുധം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ചുറ്റും നിൽക്കുന്നവരാണ്. പര്യദ്രവദ്ഭി വിദുര അന്വരുന്ധ്യത. പര്യദ്രവദ്ഭി ചുറ്റുമൂടി നടക്കുന്നവരാൽ. വിദുര സംബോധനയാണ്. അല്ലയോ വിദുര, അന്വരുന്ധ്യത നിരോധിക്കപ്പെട്ടു, അനുരോധിച്ചു അവർ. നാനാവിധത്തിലുള്ള ആയുധങ്ങളുമായിട്ട് അവരെ വന്ന് ദക്ഷന്റെ യാഗത്തെ തടഞ്ഞു, ഉപരോധിച്ചു, വിഘ്നം വരുത്തിയതിനെ. താപസരുദ്രാനുചരേർമഖോ മഹാൻ നാനായുധേർ വാമനകൈരുദായുധൈ
പിങ്കൈ പിശങ്കേർ മകരോദരാനനൈ പര്യദ്രവദ്ഭിദുരന്വരുധ്യത. ഹേ വിദുര, താവത് വാമനകൈഃ പിംഗൈഃ പിശങ്കൈഃ മകരോദരാനനൈഃ പര്യദ്രവദ്ഭിः നാനായുധൈഃ ഉദായുധൈഃ രുദ്രാനുചരൈഃ സ മഹാന്മഖഃ അന്വരുധ്യത. താവത് സരുദ്രാനുചരൈർമഖോ മഹാൻ നാനായുധൈർവാമനകൈരുദായുധൈഃ പിംഗൈ പിശങ്കൈർ മകരോദരാനനൈ പര്യദ്രവദ്ഭിർവിദുരന്വരുധ്യതാം. താവത് സരുദ്രാനുചരൈർമഖോ മഹാൻ നാനായുധൈർവാമനകൈരുദായുധൈഃ പിംഗൈ പിശങ്കൈർ മകരോദരാനനൈ പര്യദ്രവദ്ഭിർവിദുരന്വരുധ്യതാം. കേചിത് ബഭഞ്ജു പ്രാഗ്വംശം പത്നീശാലാം തഥാ പരേ ഫദ ആഗ്നിധ്രശാലാം ച തദ്വിഹാരം മഹാനഫം. കേചിത് ചിലര്, എങ്ങനെയൊക്കെയാണ് ദക്ഷന്റെ യജ്ഞത്തെ അവരെ തകർത്തതെന്ന് പറയാൻ പോവാണ്. ബഭഞ്ജുഹു ഭഞ്ജിച്ചു, നശിപ്പിച്ചു. പ്രാഗ്വംശം കിഴക്കു പടിഞ്ഞാറുള്ള ഒരു മുളയെ, പ്രാഗ്വംശം കിഴക്കു പടിഞ്ഞാറായിട്ട് വെച്ചിരുന്ന ഒരു മുളയുണ്ട്. അതായത് കിഴക്കും പടിഞ്ഞാറും ഓരോ തൂണ് നാട്ടും യജ്ഞശാലയുടെ. ആ തൂണില് കിഴക്ക് പടിഞ്ഞാറ് നീളത്തിൽ വെച്ചിരിക്കുന്ന ഒരു പലക കഷ്ണമോ മുളം കമ്പിൻ്റെയോ പേരാണ് പ്രാഗ്വംശം എന്ന്. ഇത് അകത്തേക്ക് ആൾക്കാരെ എപ്പോഴും ചാടി വരാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. നമ്മൾ ഈ വഴിയിൽ മുള വെച്ച് കെട്ടുന്ന പോലെ തന്നെ. അപ്പൊ ചിലര് ആ പ്രാഗ്വംശത്തെ നശിപ്പിച്ചു. തഥാ അവരെ പത്നിശാല. അതുപോലെ വേറെ ചിലര് പത്നിശാലയെ നശിപ്പിച്ചു. യജമാന പത്നി ഇരിക്കുന്ന ഒരു ശാലയുണ്ട്, ഒരു മുറി, ഒരു വീട് പോലെ. അതിനെ നശിപ്പിച്ചു. പദഹ ആഗ്നിധ്രശാലാം. ആഗ്നിധ്രന്മാർ ഇരിക്കുന്ന ശാലയെ, മന്ത്രമുച്ചരിച്ചു കൊണ്ടിരിക്കുന്നവരാണ് ആഗ്നിധ്രന്മാർ. അവരുടെ ശാലയെ ആകുന്ന ഫദസിനെ ച തദ്വിഹാരം, അവർക്ക് വിഹരിക്കാൻ വേണ്ടിയുള്ള മഹാനഫം, അടുക്കള, അത്രയും നശിപ്പിച്ചോളൂ. സഭാമണ്ഡപത്തെ നശിപ്പിച്ചു, ആഗ്നേയശാല നശിപ്പിച്ചു, അവരുടെ വിഹാരസ്ഥലങ്ങൾ നശിപ്പിച്ചു, അടുക്കളയെ നശിപ്പിച്ചു. കേചിത് ബഭഞ്ജു പ്രഗ്വംശം പത്നീശാലാം തഥാ പരേ പദ ആഗ്നേധ്രശാലാം ച തദ്വിഹാരം മഹാനഫം. പ്രാഗ്വംശം കേചിത് ബഭഞ്ജു, അവരെ പത്നിശാലാം, സ്വതഃ ആഗ്നേധ്രശാലാം തദ്വിഹാരം മഹാനഫം ബഭഞ്ജു. കേചിത് ബഭഞ്ജു പ്രഗ്വംശം പത്നിശാലാം തഥാ പരേ ഫദ ആഗ്നേധ്രശാലാം ച തദ്വിഹാരം മഹാനഫം. രുരുജിയജ്ഞപാത്രാണി തഥൈകഗ്നീനാശയൻ കുണ്ടേഷ്വമൂത്രയൻ കേചിൽ ബഭിദുർവേദിമേഖലാഹം. രുരുജുഹു പൊട്ടിച്ചു കളഞ്ഞു, രേചനം ചെയ്യിച്ചു, പൊട്ടിച്ചു. രുരുജുഹു യജ്ഞപാത്രാണി, ചിലരകത്ത് കിടന്ന് യജ്ഞത്തിന് വെച്ചിരിക്കുന്ന പാത്രങ്ങളൊക്കെ തകർത്തു പൊടിച്ചു കളഞ്ഞു. മണ്ണുകൊണ്ടുള്ളതുണ്ട്, ഓടുകൊണ്ടുള്ളതുണ്ട്, ചെമ്പുണ്ട്, പിച്ചളയുണ്ട്. അതിൻ്റെ അതൊക്കെ നെയ്യ്, ഹോമദ്രവ്യങ്ങൾ, എള്ള്, കടുക്, ഇങ്ങനെ പലതും എടുത്ത് ഹവിസുകളൊക്കെ വെച്ചേക്കേണ്ടതാണ്. ആ യജ്ഞപാത്രങ്ങളൊക്കെ രുചുഹു മുറിച്ചു പൊട്ടിച്ചോളൂ.
തഥാ ഏകേ അതേപോലെ ഏകേ വേറെ ചിലരെ അഗ്നീൻ അനാശയൻ അഗ്നികളെ നശിപ്പിച്ചു. കുണ്ടങ്ങളിലുള്ള അഗ്നിയിൽ വെള്ളം ഒഴിക്കുക, അപ്പം എന്ത് ചെയ്യും? അത് കിട്ടുപോകുള്ളൂ. വെള്ളമല്ല ഒഴിച്ചത്, കുണ്ടേഷു അമൂത്രയൻ യജ്ഞകുണ്ടങ്ങളിൽ മൂത്രം ഒഴിച്ചു വെച്ചു. കാരണം വെള്ളം എടുക്കാൻ പോകാൻ ഇടയില്ല. അതിനുമ്പ് എന്ത് ചെയ്യണം? നശിപ്പിക്കണം. അപ്പം പിന്നെ കയ്യിലുള്ള വെള്ളം എന്തേ ഉള്ളൂ? മൂത്രം. അതങ്ങോട്ട് ഒഴിച്ച് എന്ത് ചെയ്തു? ആ യജ്ഞശാലയിലെ തീയൊക്കെ കെടുത്തി. കേചിത് ബിഭുദുർ വേദിമേഖലാഹ ചിലര് വേദിയുടെ മേഖലകൾ, അഗ്നി വ്യാപരിക്കേണ്ട സ്ഥലത്ത് വെച്ചിരിക്കുന്ന അതിരിൻ്റെ പേരാണ് മേഖല. ആ മേഖലയും ചിലർ ഭേദിച്ചു കളഞ്ഞു. രുരുജുരിയജ്ഞപാത്രാണേ തഥൈകഗ്നീനനാശയൻ കുണ്ടേഷ്വമൂത്രയൻ കേചിത് ബിഭുദുർ വേദിമേഖലാഹം. രുരുജുഹു അനാശയൻ കുണ്ടേഷു അമൂത്രയൻ വേദിമേഖലാഹ ബിഭിദുഹു കേചിത് തഥാ ഏകേ യജ്ഞപാത്രാണി രുരുജുഹു അഗ്നീൻ അനാശയൻ കേചിത് കുണ്ടേഷു അമൂത്രയൻ മേഖലാഹ വേദിമേഖലാഹ ബിഭിദുഹു. രുരുജുയജ്ഞപാത്രാണി തഥൈകഗ്നീനനാശയൻ കുണ്ടേഷ്വമൂത്രയൻ കേചിത് ബിഭുദുർ വേദിമേഖലാ. രുരുജുയജ്ഞപാത്രാണി തഥൈകഗ്നീനനാശയൻ കുണ്ടേഷ്വമൂത്രയൻ കേചിത് ബിഭുദുർ വേദിമേഖലാ. അബാധന്തമുനീനന്യാം ഏകേ പത്നീരതജ്ജയൻ അപരേ ജഗുർദേവാൻ പ്രത്യാഫന്നൻ പലായിതാൻ. അബാധന്ത ബാധിച്ചു. എന്താണ്? മുനിമാരെ ബാധിച്ചു. മുനിമാരെ കടന്ന് വിളിച്ചു ചിലരെ. അന്യഹ ചിലർ, ഒരുവർ. ഏകേ പത്നീഹി അതജ്ജയൻ വേറെ ചിലര് അവിടെയുള്ള പത്നിമാരെ ഭയപ്പെടുത്തി. അതജ്ജയൻ പേടിപ്പിച്ചു. അബാധിതമുനീൻ അന്യ ഏകേ പത്നീഹി അതജ്ജയൻ അപരെ വേറെ ചിലരെ ജഗൃഹു സ്വീകരിച്ചു. ദേവാൻ പ്രത്യാഫന്നൻ പലായിതാൻ വേറെ ചിലരെ പ്രത്യാഫന്നാൻ അടുത്തു വരുന്ന ഓടിയ പലായുധം ഓടിയവരുമായ ദേവന്മാരെ കടന്നു വിളിച്ചു. ഇത്രയും കണ്ടപ്പോൾ ദേവന്മാരൊക്കെ പേടിച്ച് ഓടാൻ തുടങ്ങി. ഓടുന്നവരെ പുറകെ ചെന്ന് കുത്തിനും പിടിച്ചിട്ട് നിർത്തി. അവരെ ജഗുർദേവാൻ പ്രത്യാഫന്നൻ പലായിതാൻ അബാധന്തമുനീനന്യ ഏകേ പത്നീരതജ്ജയൻ അപരേ ജഗുർദേവാൻ പ്രത്യാഫന്നൻ പലായിതാൻ. അന്യ മുനീൻ അബാധന്ത ഏകേ പത്നീഹി അതജ്ജയൻ അപരെ പ്രത്യാഫന്നാൻ പലായിതാൻ ദേവാൻ ജഗുർഹു. അബാധന്തമുനീനന്യ ഏകേ പത്നീരതജ്ജയൻ അപരേ ജഗുർദേവാൻ പ്രത്യാഫന്നൻ പലായിതാൻ. അബാധന്തമുനീനന്യ ഏകേ പത്നീരതജ്ജയൻ അപരേ ജഗുർദേവാൻ പ്രത്യാഫന്നൻ പലായിതാൻ. ഭൃഗും ബബന്ധമണിമാൻ വീരഭദ്രപ്രജാപതിം ചണ്ഡീശപൂഷണം ദേവം ഭഗം നന്ദീശ്വരോ ഗൃഹീത്. ഭൃഗും ബബന്ധ മണിമാൻ വീരഭദ്ര പ്രജാപതി ബബന്ധ
തന്റെ ഭൃഗുവിനെ ബന്ധിച്ചു. മണിമാൻ ആയ വീരഭദ്രൻ ആ ഭൃഗുവിനെ പ്രജാപതിയെ ബന്ധിച്ചു. ചണ്ഡീശ പൂഷണം ദേവം, ചണ്ഡീശൻ എന്ന ഭൂതഗണം പൂഷാവെന്ന ദേവനെ ബന്ധിച്ചു. ഭഗനെ നന്ദീശ്വരു നന്ദീശ്വരൻ പിടിച്ചു. മണിമാൻ എന്ന ഭൃഗുവിനെ പിടിച്ചുകെട്ടി. വീരഭദ്രൻ ദക്ഷനെ ബന്ധിച്ചു. ചണ്ഡീശൻ പൂഷാവിനെ ബന്ധിച്ചു. നന്ദീശ്വരൻ ഭഗനെയും പിടിച്ചുകെട്ടി. ഭൃഗും ബബന്ധ മണിമാൻ വീരഭദ്ര പ്രജാപതിൻ, ചണ്ഡീശ പൂഷണം ദേവം ഭഗം നന്ദീശ്വരോ ഗൃഹീത്. മണിമാൻ ഭൃഗും ബബന്ധ വീരഭദ്ര പ്രജാപതിം ബബന്ധ ചണ്ഡീശ പൂഷണം ബബന്ധ ദേവം ഭഗം നന്ദീശ്വര ജഗ്രാഹ. ഭൃഗും ബബന്ധ മണിമാൻ വീരഭദ്ര പ്രജാപതിം ചണ്ഡീശ പൂഷണം ദേവം ഭഗം നന്ദീശ്വര ഗൃഹീത്. ഭൃഗും ബബന്ധ മണിമാൻ വീരഭദ്ര പ്രജാപതിം ചണ്ഡീശ പൂഷണം ദേവം ഭഗം നന്ദീശ്വരോ ഗൃഹീത്. സർവേ വർത്തുജോ ദൃഷ്ട്വാം പദസ്യാഹം പതിവൗകഫാം തൈരദ്യമാന സുഭൃശം ഭിന്നൈകഥാദ്രവൻ. പർവ ഏവ ഋതുജഃ, എല്ലാ ഋത്തുക്കളും ദൃഷ്ടുവ കണ്ടിട്ട് ഫദസ്യാഹ ഫദസ്യന്മാരും ഫദിവൗകഫ ദേവന്മാരും, ദിവൗകഫ എന്ന ദേവന്മാർ, ഫദിവൗകഫ ദേവന്മാരോടുകൂടി, തൈഹി അർദ്യമാനാഹ ശിവഭൂതഗണങ്ങളാൽ പീഡിപ്പിക്കപ്പെട്ടിട്ട്, സുഭൃശം അതികഠിനം വളരെ വേഗത്തിൽ, ഗ്രാവാഭിന്നൈകഥാദ്രവൻ അവരെ ദ്രാവാഭിന്ന ഗ്രാവഭിഹി കല്ലുകളെ കൊണ്ട്, ഗ്രാവഭിഹി നൈകഥാദ്രവൻ, നൈകഥ ഒറ്റക്കല്ല കൂട്ടങ്ങളായിട്ട് അദ്രവൻ ഓടി. ഭൃഗ്വാദികളൊക്കെ ഉപദ്രവിക്കുന്ന കണ്ടപ്പോൾ ഋത്തുക്കൾക്കും ദേവന്മാർക്കും ഒക്കെ പേടിയായി, പദത്തിലുള്ള ജനങ്ങൾക്കും പേടിയായി. അവരൊറ്റയ്ക്ക് പോയില്ല, സംഘമായിട്ട് നാലുപാടും ഒളിച്ചോടി. അപ്പോൾ രുദ്രാനുജന്മാർ ഗ്രാവ ഭിന്നൈഹി കല്ലുകൊണ്ട് അവരെ എറിഞ്ഞു ദൂരോട്ട് പോയത്. ന ഏകഥ നൈകഥ അദ്രവൻ ഓടിയുന്നു. ഒരു പ്രകാരത്തിലല്ല, പല വിധത്തിൽ പല ഭംഗങ്ങളാൽ ചേർന്ന് ഓടിപ്പോയി. പർവേവാർത്തുജോ ദൃഷ്ട്വാ ഫദസ്യാഫദിവൗകഫാം തൈരദ്യമാനാഫുഭൃശം ഗ്രാവഭിൻ നൈകഥദ്രവൻ. ഫർവ ഏവ ഋതുജഃ ഫദസ്യാഹ ഫദിവൗകഫഃ ദൃഷ്ട്വാ ഗ്രാവഭിഃ ഫുദൃശം അർദ്യമാനാഃ ന ഏകഥാ അദ്രവൻ. പർവ ഏവ ഋതുജോ ദൃഷ്ട്വാ ഫദസ്യാ ഫദിവൗകഫാം തൈരർദ്യമാനാഃ ഫുഭൃശം ഗ്രാവഭിന്നൈർ ഏകഥാദ്രവൻ. സർവ ഏവ ഋതുജോ ദൃഷ്ട്വാ ഫദസ്യാ ഫദിവൗകഫാം തൈരർദ്യമാനാഃ ഫുഭൃശം ഗ്രാവഭിന്നൈകഥാദ്രവൻ. യുഹ്വത സ്രുവഹസ്തസ്യാം മശ്രൂണി ഭഗവാൻ ഭവാം ഭൃഗോർ ലുലുഞ്ചേ ഫദഫി യോഹഫത് ശ്മശ്രുദർശയൻ. ജുഹ്വത ഹോമിച്ചുകൊണ്ടിരിക്കുന്ന,
ഫ്രുവവഹ, ഫ്രുവം കയ്യിൽ പിടിച്ചിരിക്കുന്ന, ഫ്രുവവഹ ഫ്രുവത്തെ വഹിച്ചു കൊണ്ടിരിക്കുന്ന, ഫ്രുവം കയ്യിൽ പിടിച്ചുകൊണ്ട് ഹോമിച്ചുകൊണ്ടിരിക്കുന്നു ചിലര്. അങ്ങനെയുള്ള ശ്മശ്രൂണി മീശകളെ, ആരുടെ? ഭൃഗുവിൻ്റെ, ഭഗവാൻ ഭവഹ ലുലുഞ്ചേ, ലുലുഞ്ചേ ഛേദിച്ചു കളഞ്ഞു, വടിച്ചു കളഞ്ഞു എന്നർത്ഥം. ഭഗവാനായ വീരഭദ്രൻ, ഇവിടെ ഭവഹ വീരഭദ്രനാണ്, ശിവനല്ല. ഭഗവാനായ വീരഭദ്രൻ നെയ് ഫ്രുവിൽ കോരി ഹോമിച്ചു കൊണ്ടിരിക്കുന്ന ഭൃഗുവിൻ്റെ മീശയും താടിയുമൊക്കെ എന്താണ്? വലിച്ചു കളഞ്ഞു. ജുഹ്വത ഫ്രുവഹ തഫ്യശ്മശ്രൂണി ഭഗവൻ ഭവാം ഭൃഗോർ ലുലുഞ്ചേ ഫദഫി യോ ഹഫത് ശ്മശ്രു ദർശയൻ. ഫ്രുവഹ തഫ്യാം ജുഹ്വതഃ ഭൃഗോഃ ശ്മശ്രൂണി ഭഗവൻ ഭവഃ ലുലുഞ്ചേ യഹ ഫദഫി ശ്മശ്രു ദർശയൻ അഹഫത്. ജുഹ്വത ഫ്രുവഹ തഫ്യശ്മശ്രൂണി ഭഗവൻ ഭവാം ഭൃഗോർ ലുലുഞ്ചേ ഫദഫി യോ ഹഫത് ശ്മശ്രു ദർശയൻ. ജുഹ്വത ഫ്രുവഹ തഫ്യാം ശ്മശ്രൂണി ഭഗവൻ ഭവാം ഭൃഗോർ ലുലുഞ്ചേ ഫദഫി യോ ഹഫത് ശ്മശ്രു ദർശയൻ. ഭഗവ്യനേത്രേ ഭഗവാൻ പാതിദശ്യരുഷാ ഭുവി ഉജ്ജഹാരഫദസ്ഥോക്ഷ്ണയാ ശപന്തം അനുപൂജയത്. ഭഗവ്യനേത്രേ, ഭഗന്റെ കണ്ണുകൾ രണ്ടും, ഭഗവാൻ പാതിദഫ്യ രുഷാ ഭുവി, പാതിദഫ്യ ഭൂമിയിൽ പതിക്കപ്പെട്ട, ഭുവി പാതിദഫ്യ ഭഗവ്യനേത്രേ ഭഗന്റെ കണ്ണുകൾ, ഭഗവാൻ വീരഭദ്രൻ ഉജ്ജഹാര പറിച്ചെടുത്തു. ഉജ്ജഹാര ഫദസ്ഥ ഫദസിലിരിക്കുന്നവനായിട്ട്, യഹ ശപന്തം ശപിച്ചുകൊണ്ടിരിക്കുന്ന, ശപിക്കുന്ന ദക്ഷനെ അക്ഷണ കണ്ണുകൊണ്ട് അഫൂചയ സൂചിപ്പിച്ചു, കോപത്തോടുകൂടി ഭൂമിയിലേക്ക് വീഴ്ത്തിച്ചു. ഭഗന്റെ കണ്ണുകളെ ഭഗവാൻ വീരഭദ്രൻ പറിച്ചെടുക്കുകയും ചെയ്തു. വിശ്വഭൃട്ടുകളുടെ യജ്ഞമാണ് ഇവിടുത്തെ യാഗം. അതിൽ ശിവനെ ശപിക്കുന്ന ദക്ഷനെ ആരാണോ കണ്ണുകൊണ്ട് നോക്കി സന്തോഷിപ്പിച്ചത്, ശിവനെ ദക്ഷൻ ശപിച്ചപ്പോൾ കണ്ണുകൊണ്ട് നോക്കി ഹായ് നന്നായി നന്നായി എന്ന് പ്രോത്സാഹിപ്പിച്ച ഒരാളുണ്ട് ഇതിനകത്ത്. ആ ധിക്കാരത്തെ അറിഞ്ഞ ഭഗവാൻ വീരഭദ്രൻ, ആരാണിയാൾ? ഭഗന്റെ അടുക്ക ചെന്ന് രണ്ട് കൈകൊണ്ടും പിടിച്ച് ഒരൊറ്റ ഏറ് കൊടുത്ത് ഭൂമി വീഴ്ത്തി. രണ്ട് കണ്ണും പറിച്ചെടുത്തു. കാരണം ഇയാളെ എന്താണ് കണ്ണു വെച്ച് നോക്കുന്നുണ്ടേ പറഞ്ഞു കൊടുത്തേ, കണ്ണുണ്ടും പറിച്ചെടുത്തു. കുറ്റം ചെയ്ത അവയവത്തെ ശിക്ഷിച്ചു, അത്രേ ഉള്ളൂ. കൈയാണെങ്കിൽ കൈ, കണ്ണാണെങ്കിൽ കണ്ണ്, കാലാണെങ്കിൽ കാല് എന്നിങ്ങനെ ശിക്ഷിച്ചു. ഭഗവ്യനേത്രേ ഭഗവാൻ പാതിദശ്യരുഷാ ഭുവി ഉജ്ജഹാരഫദസ്ഥോക്ഷ്ണ ശപന്തമനുപൂജയൻ. ഫദസ്ഥഃ യഃ ശപന്തം അക്ഷ്ണ അപൂജയത് രുഷാ ഭുവി പാതിദഫ്യ ഭഗവ്യനേത്രേ ഭഗവാൻ ഉജ്ജഹാര. ഭഗവ്യനേത്രേ ഭഗവാൻ പാതിദഫ്യരുഷാ ഭുവി ഉജ്ജഹാരഫദസ്ഥോക്ഷ്ണയാ അക്ഷ്ണ ശപന്തം അഫൂചത്.
ഫതസ്ഥഹാം യഹാം ശപന്തം അക്ഷ്ണ അഫൂഫുചത് രുഷാ ഭൂയി പാതിതഫ്യാം ഭഗവ്യനേത്രേ ഭഗവാൻ ഉജ്ജഹാര. ഭഗവ്യനേത്രയ ഭഗവാൻ പാതിതഫ്യരുഷാ ഭുവി ഉജ്ജഹാരഫതസ്തോക്ഷ്ണ യശപന്തം അഫൂഫുചത്. ഭഗവ്യനേത്രയ ഭഗവാൻ പാതിതഫ്യരുഷാ ഭുവി ഉജ്ജഹാരഫതസ്തോക്ഷ്ണ യശപന്തം അഫൂഫുചൻ. പുഷ്ണശ്ചാപാദയദ്ദന്താൻ കാലിംഗഫ്യയഥാബലാം ശപ്യമാനേ ഗരിമണി യോഹഫത് ദർശയന്തത. പൂഷ്ണഃ ച അപാതയദ്ദന്താൻ. പൂഷാവിൻ്റെ പല്ലുകളൊക്കെ കൊഴിച്ച് താഴെ ഇട്ടു. പൂഷ്ണശ്ച പൂഷ്ണാവിൻ്റെ അപാതയദ്ദന്താൻ പല്ലുകളൊക്കെ ഒറ്റ അടി കൊടുത്തു, പല്ലെല്ലാം പൊഴിഞ്ഞ് താഴെ പോയി. കാലിംഗഫ്യയഥാബലാം. യഥാ എപ്രകാരമാണോ കലിംഗരാജാവിൻ്റെ കലിംഗരാജാവിൻ്റെ ദന്താൻ അപാതയത്. കലിംഗരാജൻ്റെ പല്ലുകളെ എപ്രകാരമാണോ പതിച്ചത് അതുപോലെ ശപ്യമാനേ ഗരിമണി ശപിച്ചുകൊണ്ടിരിക്കുന്ന ഗരിമാവിൽ യോ അഹഫത് ദർശയൻ ദത്ത. പല്ല് കാണിച്ച് ആരാണോ ചിരിച്ചത്, ദത്തഹ പല്ല്, ദർശയൻ കാണിച്ചുകൊണ്ട്, യോ അഹഫത് ആരാണോ ചിരിച്ചത്. ഇവനെ ദക്ഷൻ ശപിക്കുമ്പോൾ ആരാണോ പല്ലു പുറമേ കാട്ടി പരിഹാസപൂർവം ചിരിച്ചത് ആ പൂഷാവിൻ്റെ പല്ലുകളൊക്കെ അടർത്തി താഴെയിട്ടു. ആര്? വീരഭദ്രൻ. ഏതുപോലെ ബലരാമൻ കലിംഗ യുദ്ധത്തിൽ ഈ പല്ലുകളെ എന്ന പോലെ തല്ലിക്കൊഴിച്ചു കളഞ്ഞു. പൂഷ്ണശ്ചാപാദയദ്ദന്താൻ കാലിംഗഫ്യയഥാബലാം ശപ്യമാനേ ഗരിമണി യോഹഫത് ദർശയന്തതാം. ഗരിമണി ശപ്യമാനെ യഹ ദതഃ ദർശയൻ അഹഫത്. പൂഷ്ണഃ ദന്താൻ ച കാലിംഗഫ്യ ബലഃ അപാതയത്. പൂഷ്ണശ്ചാപാദയദ്ദന്താൻ കാലിംഗഫ്യയഥാബലാം ശപ്യമാനേ ഗരിമണി യോഹഫത് ദർശയൻ ദതാം. പൂഷ്ണശ്ചാപാദയദ്ദന്താൻ കാലിംഗഫ്യയഥാബലാം ശപ്യമാനേ ഗരിമണി യോഹഫത് ദർശയൻ ദതാം. ദക്ഷന്റെ യജ്ഞം കരക്കിയ കഥകളാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത് മുഴുവൻ. ഈ അധ്യായം മുഴുവൻ അതാണ്. 5 ശ്ലോകങ്ങളുണ്ട്. നമുക്ക് തീരാൻ ഇത്തിരി വൈകുമ്പോൾ നമുക്ക് ഇന്നിവിടെ ഉപസംഹരിക്കാം. ആർക്കേലും അതിനുശേഷം ആർക്കേലും അത്യാവശ്യം സംശയമുണ്ടെങ്കിൽ ചോദിക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.